അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മുട്ടയവിയൽ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയത് ഒരു മുറി തേങ്ങ അരച്ചത് ഒഴിച്ചു. പിന്നെ വേണ്ടിയത് ഒരു ശകലം ഇത്രയും പെരുംജീരകം. പിന്നെ വേണ്ടിയത് ഒരു 2 മുട്ടയവിയലായതുകൊണ്ട് ഒരു എരിവ്. പിന്നെ മുളക് പൊടി. ഇനിയും വേണ്ടിയത് ഒരു കുറച്ച് മല്ലിപ്പൊടി മതി, ഇത്രയും മല്ലിപ്പൊടി. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി. പിന്നെ പിഴുപുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇടണമെങ്കിൽ അതൊന്ന് അതിൻ്റെ പിഴുപുളിയുടെ പിഴിഞ്ഞ് നീരും. ഇത്രയാണ് വേണ്ടിയത്. പിന്നെ ഞാൻ മുട്ട 6 എടുത്ത് കുക്കറിനകത്ത് വേവിച്ച് വെച്ചത് ഞാനെല്ലാം എടുക്കുമ്പോൾ കാണിക്കാമോ. നമ്മളന്നേരം ഒരു ചട്ടി എടുത്തു മുട്ടയവിയൽ വെക്കാൻ. അതിനകത്തോട്ട് നമ്മൾ അരച്ച് തേങ്ങയും എല്ലാം കൂടെ അരച്ചത് ഈ ചട്ടിക്കകത്തോട്ട് ഒഴിക്കണം. ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഒരു പച്ചമുളക് ഇടും അതിനകത്ത്. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മൾ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടാണ്, പിഴുപുളിയുടെ വെള്ളം എന്താണ് അത് നമുക്കിതിനകത്തോട്ട് ഒഴിക്കും. പിന്നെ നമ്മുടെ ഈ തേങ്ങ എല്ലാം നമ്മൾ അരച്ചത് ആ തളിയാണ് നമ്മളതെല്ലാം ചെയ്ത് ഇനി നമുക്ക് ഈ ഗ്യാസ് ഒന്ന് കത്തിക്കും. നമുക്ക് ആ മുട്ട ഒന്നിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ആ അരപ്പൊന്നിങ്ങനെ ഒന്നാക്കാം. ആക്കിയിട്ട് നമുക്ക് ആ മുട്ടയെല്ലാം ഒന്ന് പെറുക്കിയെടുക്കാം. അപ്പം ഞാൻ താറാമുട്ട 4 ആയിരുന്നു, അത് ഞാൻ 2ആയിട്ട് കണ്ടിച്ചു. മുട്ടയവിയലെന്നില്ലേ പറയും. നമ്മുടെ മുട്ടയെല്ലാം ഞാൻ അതിനകത്തോട്ട് ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രം എടുത്തൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 15 മിനിറ്റോളം അവിടെ ഇരുന്ന് ഇതൊന്നും വേവട്ടെ. പിന്നെ നമുക്ക് ഒരു കാര്യം നമ്മൾ ഉപ്പിട്ടില്ല, നമുക്ക് ഇച്ചിരി ഉപ്പ് ഇടാം. നമ്മൾ ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് അതൊന്ന് അവിടെ ഇരുന്ന് ഉപ്പിട്ട് വേണം ഒന്ന് ചുറ്റി വെക്കാം. നമ്മൾ ചുറ്റിയില്ലായിരുന്നു. നമ്മുടെ മുട്ടയവിയൽ അങ്ങനെ എല്ലാം ഒന്ന് നോക്കട്ടെ, റെഡിയാവും. ബാക്കി ഞാൻ വെന്തിട്ട് കാണിക്കും. നമുക്ക് നമ്മുടെ മുട്ടയവിയൽ ഒന്ന് തുറന്ന് നോക്കാം എത്രയും ആയി. ഏകദേശം ഒരു 10 മിനിറ്റോളം. നമുക്കൊരു സ്പൂൺ എടുത്തൊന്ന് ആക്കി വെച്ചല്ലേ. നമ്മുടെ മുട്ടയവിയൽ എല്ലാം റെഡിയാവാറായി. ഒരു ശകലവും കൂടി എനിക്കിത് പറ്റണം. പിന്നെ ഇപ്പോൾ അഥവാ നമുക്ക് വേറെ കൂട്ടാനൊന്നും ഒഴിച്ചൊക്കെ കൂട്ടണമെങ്കിൽ അതിന് ഇച്ചിരി ചാകിരിക്കുന്നത് നല്ലതാണ്. അല്ലാതെ പറ്റിച്ച് എടുക്കാം ഇത്. അപ്പം എങ്ങനെയാക്കാം? അപ്പം ഞാൻ നോക്കട്ടെ, ഉപ്പുണ്ടോ? നല്ലതാണ്, പുളിയൊക്കെ ഉണ്ട്, പുളി എരിവുമൊക്കെ. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല മുട്ടയവിയൽ നല്ലതാണ്. അത് കുറുകുറാന്ന് പറ്റി. ഇനിയിപ്പം ഇത് പറ്റേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ചട്ടിയിലിരുന്ന് തന്നെ ഇതങ്ങ് വെന്തോളും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ. ഞാൻ അടച്ചതാണ്. ഓക്കെ.